ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മലർന്ന് കിടന്ന് തുപ്പാതെ മാണിപ്പറമ്പ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? സഭാ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് ഇന്നലത്തെ വീഡിയോയിൽ മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു വൈദികന് ചേർന്നതാണ്. എന്ത് നേട്ടമാണ് അച്ഛന് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? ഇത് മലർന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമല്ലേ? അച്ഛൻ്റെ ദേഹത്തേക്ക് തന്നെയല്ലേ ഈ തുപ്പൽ വീഴുന്നത്? ചിലർ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. ഞാനൊന്നിന് മറുപടി പറയാം. എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു എന്ന് ഒരു പുസ്തകമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതിനു ശേഷം ആദ്യത്തെ അഭിമുഖമാണ്. അതിൽ മാർപ്പാപ്പയോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അന്തോണിയോസ് പദാരോ എന്ന് പറയുന്ന അന്ന് വത്തിക്കാനിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിരുന്ന വൈദികനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിന് മാർപ്പാപ്പ കൊടുക്കുന്ന മറുപടിയാണ്. ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. എൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു. അതിൽ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഒരു പ്രവാചകൻ എപ്പോഴും ശല്യക്കാരനായിരിക്കും. കാരണം അയാൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് പക്ഷത്തും ഇല്ലാത്തവർ, ദൈവത്തിൻ്റെ പക്ഷത്തും ജനങ്ങളുടെ പക്ഷത്തും ഇല്ലാത്തവർക്ക് അയാൾ ശല്യക്കാരനായി അനുഭവപ്പെടും. അപ്പോൾ ഞാനൊരു ശല്യക്കാരനായിട്ട് അനുഭവപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി ജനത്തിൻ്റെ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാനിത് തുടരും. നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം മാർപ്പാപ്പ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ അണികൾ നേതൃത്വത്തെ തിരുത്തണമെന്നതിന് ശക്തമായ ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം പറയുന്ന ഒരു സംഗതി ഇതാണ്. ഈ സാധാരണ വിശ്വാസികളുടെ, അൽമായ വിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്. മാർപ്പാപ്പ ആ അപ്രമാദിത്വത്തിലാണ് പങ്കുചേരുന്നത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് അപ്രമാദിത്വമുണ്ടോ, തെറ്റാവരമുണ്ടോ എന്ന് മാർപ്പാപ്പയോട് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. സാധാരണ ജനങ്ങളുടെ സത്യവിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്. ആ അപ്രമാദിത്വത്തിലാണ്, ആ വിശ്വാസത്തിലുള്ള അപ്രമാദിത്വത്തിലാണ് മാർപ്പാപ്പ പങ്കുചേരുന്നത്. മാർപ്പാപ്പ വേറൊരാളല്ല, സഭയിലൊരു അംഗമാണ്. സാധാരണ വിശ്വാസികളുടെ സത്യവിശ്വാസത്തിൽ പങ്കുചേരുന്ന ഒരാൾ. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. ധർമാരാം കോളേജിലെ വേദശാസ്ത്രികൾ, ബാംഗ്ലൂർ ധർമാരാം കോളേജ് 1700 ചമ്മാച്ചന്മാർ പഠിക്കുന്ന CMI കോൺഗ്രിഗേഷൻ സെമിനാരിയാണത്. അവിടെയുള്ള വേദശാസ്ത്രികൾ ഒരു മിനി മാസ് എന്ന് പറഞ്ഞൊരു കുർബാന ഉണ്ടാക്കി. കർദിനാൾ പാറേക്കാട്ടിൽ ഇന്ത്യൻ മാസ് ഉണ്ടാക്കി, സംസ്കൃതം ഒക്കെ ചേർത്ത്, ഖുറാനൊക്കെ ചേർത്ത്. ബാംഗ്ലൂർ തന്നെയുള്ള NBCLC അമലോൽ ഭോദാസ്, ലൂർദ് സ്വാമി പൗരത്വ തൃസംഘത്തിൻ്റെ പ്രീഫെക്റ്റ് ആയിരുന്ന ലൂർദ് സ്വാമിയുടെ അനിയൻ അമലോൽ ഭോദാസ് ഫാദറാണ്. മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ക്രിസ്ത്യൻ ചെയറിൻ്റെ ഹെഡൊക്കെ ആയിരുന്നു. അമലോൽ ഭോദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാരതീയ കുർബാന ഉണ്ടാക്കി. അതിൻ്റെ ഒരു വകഭേദമാണ് കർദിനാൾ പാറേക്കാട്ടിൽ ഇന്ത്യൻ മാസ് എറണാകുളത്ത് ഉണ്ടാക്കിയത്. ഇതിപ്പോൾ എവിടെ പോയി? ഇതൊക്കെ വലിയ വലിയ ആളുകളായിരുന്നു ഇവരൊക്കെ, വലിയ വലിയ ആളുകൾ, പണ്ഡിതന്മാർ, വേദശാസ്ത്രികൾ. അപ്പോൾ ആ മിനി മാസം എവിടെ പോയി? ഇന്ത്യൻ മാസം എവിടെ പോയി? ഭാരതീയ കുർബാന എവിടെ പോയി? പിന്നെ ചില മുസ്ലിം അച്ഛന്മാരുടെ വക മുസ്ലിം കുർബാന ഉണ്ടായിരുന്നു. അതിപ്പോൾ എവിടെ പോയി? സാധാരണ വിശ്വാസികൾ ഒന്നും തന്നെ ആക്സെപ്റ്റ് ചെയ്തില്ല. അവരുടെ വിശ്വാസത്തിൽ, സത്യവിശ്വാസത്തിൽ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ വേദശാസ്ത്രികളൊക്കെ വലിയ വലിയ കൊലകമ്പം പരിപാടികളൊക്കെ ചെയ്തിട്ടും അതൊക്കെ പോയി മറിഞ്ഞു. സഭയുടെ വിശ്വസ്ത പാരമ്പര്യത്തിലുള്ളത് നമ്മൾ വീണ്ടെടുക്കുകയാണ്. അതിനോടുള്ള ഈ വൈദികരുടെ, വേദശാസ്ത്രികളായ അല്ലെങ്കിൽ വേദം പഠിച്ചുള്ള വൈദികരുടെ എതിർപ്പാണ് നമ്മൾ എറണാകുളത്ത് കാണുന്നത്. സാധാരണ വിശ്വാസികൾക്ക് അറിയാം ആ അച്ഛന്മാർ ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ അവർക്ക് നിവൃത്തികേടുണ്ട്. അവരുടെ മക്കളുടെ കൂദാശകൾ മുടക്കുന്നു. വൈദികര്, ഇത് ആധ്യാത്മിക പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വൈദികര് അവരുടെ കീഴിലുള്ള ജനങ്ങളുടെ കുർബാന, മാർപ്പാപ്പ അംഗീകരിച്ച കുർബാനയും മാർപ്പാപ്പയും സഭ അംഗീകരിച്ച കൂദാശകളും മുടക്കുകയാണ്. സിനഡും മേജർ ആർച്ച് ബിഷപ്പും പറഞ്ഞ കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാൻ ഈ അച്ഛന്മാർ തയ്യാറല്ല. അവർക്കെതിരെ നടപടിയെടുക്കാൻ ഈ സഭാ നേതൃത്വത്തിന് കഴിവുമില്ല. ഇതിങ്ങനെ, പക്ഷെ ജനങ്ങൾക്കറിയാം, സാധാരണ വിശ്വാസികൾക്കറിയാം അവർ മെത്രാന്മാർ ചെയ്യുന്നതും ഈ വൈദികർ ചെയ്യുന്നതും ശരിയല്ലെന്ന്. എല്ലാവർക്കും അറിയാതെ. നിങ്ങൾ പ്രൈവറ്റായിട്ട് സംസാരിക്കണു,
അവിടെ ഇവിടെയും സംസാരിക്കണം, ഞാനത് ഉറക്കെ സംസാരിക്കണം. അതിനും ന്യായമുണ്ട്, ഞാൻ അതിലേക്ക് വരികയാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് എൻ്റെ ഒരു അനുഭവമാണ്, ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒന്നുകൂടി പറയണമെന്ന് തോന്നുകയാണ്. ഞാൻ മാസ്റ്റേഴ്സ് ലെവലിൽ പഠിപ്പിക്കാൻ പോകാറുണ്ട്. ഡിപ്ലോമ ലെവലിൽ, BTH ലെവലിൽ, മാസ്റ്റേഴ്സ് ലെവലിൽ, ചിലപ്പോൾ ഡോക്ടറേറ്റ് ലെവലിലൊക്കെ ഞാൻ പഠിപ്പിക്കാൻ പോകാറുണ്ട്. മാസ്റ്റേഴ്സ് ലെവലിലും ഡോക്ടറേറ്റ് ലെവലിലും പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു സെമിനാരികളിൽ, അങ്ങനത്തെയുള്ള ഫാക്കൽറ്റികളിൽ. അവിടെയുള്ള ചില പ്രൊഫസർമാർ, പ്രത്യേകിച്ച് ഒരാൾ ഈശോ ദൈവമാണെന്ന് ഈശോയ്ക്ക് അറിയില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. വളരെ ഫേമസ് ആയ ഒരു ദൈവശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഈശോ ദൈവമാണെന്ന് ഈശോയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഇത്തരം ഇങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഈ കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള ഇത്തരമുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പഠിപ്പിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ അതിൽ ഈ മാസ്റ്റേഴ്സ് ലെവലിൽ എന്ന് പറഞ്ഞാൽ വൈദികർ, കന്യാസ്ത്രീമാർ, ചിലപ്പോൾ പ്രോട്ടസ്റ്റന്റ് പാസ്റ്റേഴ്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ വരാറുണ്ട്. വിവിധ സഭാവിഭാഗങ്ങൾ ആളുകൾ വരാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്. ഇന്ന അച്ഛൻ്റെ പേരൊക്കെ എനിക്കറിയാം, ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തനം കൂടിയായിരുന്നു. അപ്പോൾ ഇന്ന ഒരു അച്ഛൻ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അച്ഛൻ, ഇങ്ങനെ ഈശോ ദൈവമാണെന്ന് ഈശോയ്ക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു പോയി. അച്ഛൻ്റെ അഭിപ്രായം എന്ത്? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഫസറാണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ അഭിപ്രായം എന്ത്? അപ്പം ഞാൻ തിരിച്ചവരോടൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് ഇതിപ്പോൾ ആ അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് വിചാരിക്കുക, വാദത്തിന് വേണ്ടി അംഗീകരിക്കുക. നിങ്ങൾക്കിത് ഏതെങ്കിലും പള്ളി ചെന്നിട്ട് പറയാൻ പറ്റുമോ? ഏതെങ്കിലും പള്ളിയിൽ ഒരു പ്രസംഗത്തിൽ ഈശോ ദൈവമാണെന്ന് ഈശോയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? ഞാൻ വൈദികരോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ പറയും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ജനങ്ങളെ പള്ളിയിൽ ഇരുത്തില്ല, അത്ര തന്നെ. ഈശോ ദൈവമാണെന്ന് ഈശോയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് ഏതെങ്കിലും പള്ളിയിൽ പ്രസംഗിച്ചാൽ, കത്തോലിക്ക പള്ളിയിൽ പ്രസംഗിച്ചാൽ, ക്രിസ്ത്യൻ പാസ്റ്റേഴ്സ് ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി പ്രസംഗിച്ചാൽ അവിടെ സാധാരണ ജനങ്ങൾ ഇരുത്തില്ല. എന്താ കാര്യം? അത് പാഷാണ്ഡതയാണെന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും വലിയ ഈ പണ്ഡിതനായ വേദശാസ്ത്രി, ബൈബിൾ പണ്ഡിതനല്ല, ഡോഗ്മാറ്റിക് തിയോളജി, സൈദ്ധാന്തിക ദൈവശാസ്ത്രജ്ഞൻ ഈ പോകുന്ന സകല സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റില്ല. അച്ഛന്മാരത് കേട്ടിരിക്കും, പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വേണ്ടി അത് എഴുതി വിടും. ഞാനാണെങ്കിൽ എഴുതി വിടില്ല, തോറ്റാലും വിരോധമില്ലെന്ന് വിചാരിക്കും. കന്യാസ്ത്രീമാരും പാസ്സാക്കാൻ വേണ്ടി ചിലപ്പോൾ ഉത്തരം എഴുതി വിടും. അങ്ങനെ എഴുതിയാലേ അദ്ദേഹം പാസ്സാക്കുള്ളൂ, അല്ലെങ്കിൽ തോൽപ്പിക്കും, അല്ലെങ്കിൽ ഏറ്റവും മിനിമം മാർക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഇത്രയും വലിയ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അബദ്ധം പഠിപ്പിച്ചാൽ അത് ജനങ്ങൾക്ക് എത്താൻ പറ്റുമോ? ഇല്ല. എന്തേ? ജനങ്ങളുടെ വിശ്വാസത്തിന്, സത്യവിശ്വാസികളുടെ വിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്. അതിനെതിരെ പറഞ്ഞാൽ, ഒരു വേദശാസ്ത്രി പറഞ്ഞാലും, അത് ധർമാരം കോളേജ് ആണെങ്കിലും, പാറക്കെട്ടിൽ പിതാവാണെങ്കിലും, അമലോത്ഭവദാസ് ആണെങ്കിലും, ഇനി വേറെ ആരാണെങ്കിലും അത് സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകില്ല. ജനങ്ങളുടെ സത്യവിശ്വാസത്തിന് ഒരു അപ്രമാദിത്വമുണ്ട്. അണികൾക്കാണ് ശരിയായ ബോധമുള്ളത്. അവർ വലിയ ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ല, പക്ഷെ സത്യവിശ്വാസമുണ്ട്. അണികൾക്കാണ് സത്യവിശ്വാസമുള്ളത്. സത്യവിശ്വാസമുള്ളവരാണ് സത്യവിശ്വാസം ഇല്ലാത്തവരെ തിരുത്തേണ്ടത്. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞത്. നിങ്ങൾക്ക് ആ പുസ്തകം ബിബ്ലിയയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിനകത്ത് ഞാൻ മാർപ്പാപ്പയെയും കുറച്ച് വിമർശിച്ചിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചിലപ്പം നമ്മൾ പറയേണ്ടി വരും. പ്രവാചകൻ ശല്യക്കാരനാണ്. അതിന്റെ കോപ്പികളെല്ലാം മാർപ്പാപ്പയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ എനിക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഈ അദ്ദേഹത്തിന്റെ 5 പുസ്തകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ, ബെനഡിക്ട് മാർപ്പാപ്പയ്ക്ക് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എനിക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ എനിക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കത്തോലിക്ക സഭയുടെ പരമാധികം പഠിപ്പിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയണേ. ഇനി ആരെയാണ് തിരുത്തേണ്ടത്? സത്യവിശ്വാസമുള്ള അണികള്, സത്യവിശ്വാസമില്ലാത്ത ധിക്കാരികളായ ആളുകളെയല്ലേ തിരുത്തേണ്ടത്? അപ്പോൾ തിരുനാൾ നടത്തിപ്പിൽ മാത്രമല്ല അൽമായ പങ്കാളിത്തം വേണ്ടത്. സഭയുടെ വിശ്വാസം സംരക്ഷിക്കാനും സഭയുടെ വിശ്വസ്തമായ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കാനും സാധാരണ മനുഷ്യർ മുന്നിട്ടിറങ്ങണം. അപ്പോൾ പറയും, അതൊക്കെ സാധിക്കുമോ അച്ചോ? ഇത് കത്തോലിക്ക സഭയിൽ നടക്കുമോ? വിപ്ലവം താഴെത്തട്ടിൽ നിന്ന് തന്നെയാണ് വരിക. വിപ്ലവം, ഈ വചന വിപ്ലവം താഴെത്തട്ടിൽ നിന്ന് തന്നെയാണ് വരിക. കർത്താവിനെ വിചാരണ ചെയ്യുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ പരസ്യമായിട്ടേ സംസാരിച്ചിട്ടുള്ളൂ, രഹസ്യമായിട്ട് യാതൊന്നും പഠിപ്പിച്ചിട്ടില്ല. പരസ്യമായിട്ടാണ് ഞാൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് എന്നെ കേട്ടവരോട് ചോദിക്കൂ. ഇത് തന്നെ എനിക്കും പറയാനുള്ളത്.
ഞാൻ രഹസ്യമായിട്ട് അവിടെ ഇവിടെയും ചെന്ന് പറയേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ല. പരസ്യമായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് സോഷ്യൽ മീഡിയയിലും പുസ്തകങ്ങളിലുമുണ്ട്. എനിക്ക് രഹസ്യമായിട്ട് പഠിപ്പിക്കേണ്ട കാര്യമില്ല, രഹസ്യമായിട്ട് വിമർശിക്കേണ്ട കാര്യമില്ല. പരസ്യമായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞ് അത് ഫോളോ ചെയ്യുന്നു. ഈശോ സാധാരണക്കാരോടാണ് പ്രഘോഷിച്ചത്, അല്ലാതെ വേദശാസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് ഡോക്ടർ ലെവലിൽ കൊണ്ടുപോയി പഠിപ്പിക്കുകയല്ല ചെയ്തേ. സാധാരണക്കാരെയാണ്. എൻ്റെ ജീവിതം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. പട്ടം കിട്ടുന്നതിന് മുമ്പാണെങ്കിലും പട്ടം കിട്ടിയതിന് ശേഷമാണെങ്കിലും ഞാൻ അൽമായരെയാണ് പഠിപ്പിച്ചിരുന്നത്. സാധാരണക്കാരെയാണ് പഠിപ്പിച്ചിരുന്നത്, അന്നും ഇന്നും. ഇനി കർത്താവ് 2 പ്രാവശ്യം ജെറുസലേം ദേവാലയം ശുദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കിടക്കുന്നു, കാനായിലെ കല്യാണം കഴിഞ്ഞ ഉടനെ. പക്ഷെ അത് ഒരു ചെറിയ ശുദ്ധീകരണമായിരുന്നു. രണ്ടാമത് ഈ ഓശാന ഞായറാഴ്ചയുടെ പിറ്റേ ദിവസം തിങ്കളാഴ്ച കർത്താവ് ഒരു ശുദ്ധീകരണം നടത്തി. അതോടെയാണ് തിരുനാൾ ദിവസം കൊല്ലണ്ടെന്ന് പറഞ്ഞ ആളുകൾ തിരുനാളിന് മുമ്പ് തന്നെ കർത്താവിനെ കൊല്ലാനുണ്ടായ കാരണം, പ്രധാനപ്പെട്ട കാരണം അതാണ്. പിന്നെ ലാസറിനെ ഉയർപ്പിച്ചതും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് കർത്താവ് 2-ാമത്തെ ഈ ദേവാലയ ശുദ്ധീകരണം നടത്തിയത്? ഓശാന ഞായറാഴ്ച ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചു, ജെറുസലേം നഗരത്തിൽ പ്രവേശിച്ചു, ദേവാലയത്തിൽ പ്രവേശിച്ചു, എല്ലാം ചുറ്റും നടന്ന് കണ്ടു. എന്നിട്ട് ബഥാനിയയിൽ പോയി താമസിച്ചു. അന്ന് രാത്രി കർത്താവ് എന്താ ചെയ്തത്? ആ ബഥാനിയ എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകളെല്ലാം കൂടി മൊബിലൈസ് ചെയ്തു. പിറ്റേ ദിവസം അവരും കൂടി കൊണ്ടുവന്നിട്ടാണ് ജെറുസലേം ദേവാലയം ശുദ്ധീകരിക്കുന്നത്. അതോടുകൂടിയാണ്, മുമ്പത്തെ പോലെ ചെറിയ ശുദ്ധീകരണമായിരുന്നില്ല അത്. മുമ്പത്തേത് ഒരു സൂചന കൊടുക്കുകയായിരുന്നു. രണ്ടാമത്തത് ശരിക്കും മേശെല്ലാം തട്ടിമറിച്ചിട്ട് വയലണ്ടായി കർത്താവ്. ആ ശുദ്ധീകരണത്തോടു കൂടി, അപ്പം ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് കർത്താവ് അത് ചെയ്തത്. വിപ്ലവം, വചന വിപ്ലവം താഴെ തട്ടിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കരിസ്മാറ്റിക് ധ്യാനം അങ്ങനെ തന്നെയായിരുന്നു. ബൈബിള് സാധാരണക്കാരുടെ പ്രോപ്പർട്ടിയാണ്. ബൈബിള് അത് വായിക്കരുതെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് വായിച്ചാൽ അതിനകത്ത് മുഴുവൻ സെക്സ് ആണ്, അതിനകത്ത് അങ്ങനത്തെ കഥകളാണ്, ഇങ്ങനത്തെ കഥകളാണെന്നും പറഞ്ഞ് വായിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കരിസ്മാറ്റിക് റിന്യൂവൽ എന്താ ചെയ്തത്? പതുക്കെ 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 ബൈബിൾ ഞങ്ങളുടെയാണ്, ദൈവവചനം ഞങ്ങളുടെയാണ് എന്ന് അവരെടുത്തു. അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം ഏർപ്പാട് ചെയ്തൊരു വിപ്ലവമായിരുന്നു കരിസ്മാറ്റിക് ധ്യാനങ്ങൾ. അതിലൂടെ വചനം വായിക്കാനും പഠിക്കാനും വചനവുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാനും, ജീവന്റെ അപ്പം എന്ന് പറഞ്ഞാൽ ഒന്ന് വചനവും മറ്റത് കുർബാനയുമാണെന്ന് തിരിച്ചറിയാനും കഴിഞ്ഞു. ഇതൊക്കെ ദൈവം നടത്തുന്ന വിപ്ലവങ്ങളാണ്. സഭാപിതാക്കന്മാരെന്താ ചെയ്തത്? ഇരണേവസും സിപ്രിയാനും അത്തനാസീസും ആഗസ്തീനസും ഒരിജനും ഒക്കെ അന്നത്തെ പാഷാണ്ഡതകൾക്കെതിരെ പുസ്തകം എഴുതി, പ്രഭാഷണങ്ങൾ നടത്തി, രഹസ്യമായിട്ട് മലർന്നു കിടന്ന് തുപ്പ് വരുന്നവര്. അങ്ങനെയാണെങ്കിൽ ആ തുപ്പലാണ് ശരി. അല്ലാതെ രഹസ്യമായിട്ട് അവിടെയും ഇവിടെയും ഇങ്ങനെ പരദൂഷണം പറയുന്നതാണോ ശരി? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് പറയുന്നത് നുണയാണെന്നും അതല്ല സഭയുടെ പ്രബോധനമെന്നും എപ്പോഴാണ് എറണാകുളത്ത് അൽമായര് തിരിച്ചറിയാൻ തുടങ്ങിയത്? ഞാനും എന്നെ പോലുള്ളവരും പരസ്യമായി സത്യം വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, സഭയുടെ പ്രബോധനം വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ, ലിറ്റർജി എന്തെന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലേ? ഇത് മെത്രാമാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾക്ക് നമുക്കൊരു ആക്സസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവർക്കറിയാം, മഹാഭൂരിപക്ഷത്തിനും അറിയാം, അച്ഛന്മാര് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് ശരിയല്ലെന്ന് ലോകത്തുള്ള സകല മനുഷ്യർക്കും അറിയാം. ഹിന്ദുക്കൾക്ക് അറിയാം, മുസ്ലിംസിന് അറിയാം, എറണാകുളത്ത് അൽമായ ജനത്തിന് അറിയാം. അത് സംഭവിച്ചത്, അതായത് വിമത വൈദികരുടെ അടിത്തറ ഇളകിയത് ഇതുപോലെ പരസ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെയാണ്. ഞാൻ ആവർത്തിക്കുന്നു, അണികള്, അതായത് സാധാരണ വിശ്വാസികള്, അവർക്കാണ് സത്യവിശ്വാസം ഉള്ളത്. കാരണം അവർക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. അവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സഭയിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മോഹിക്കുന്നവരല്ല. അങ്ങനെ മോഹിക്കുന്നവർക്ക് സത്യവിശ്വാസത്തിൽ കൂറു പുലർത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന സംഗതി, അതായത് സത്യവിശ്വാസമുള്ളവര്, അധികാരമോഹമില്ലാത്തവര്, ആ അണികള് ഈ അധികാരമോഹത്താൽ ശരിയായ നടപടികൾ എടുക്കാതെ, സത്യവിശ്വാസം പഠിപ്പിക്കാതെ, അച്ചടക്കം പഠിപ്പിക്കാതെ പോകുന്ന അവരെ തിരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് മൊത്തത്തിൽ നാശമാകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് പ്രവാചകന്മാർ ചെയ്തതും ഈശോ ചെയ്തതും. ഇപ്പം ഞാൻ ചെറിയ തോതിൽ, അവരെ പോലെ അത്ര വലിയ പ്രവാചകന്മാരെ പോലെയും സഭാപിതാക്കന്മാരെ പോലെയും ഈശോ ചെയ്ത പോലെയൊന്നും വലിയ തോതിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ചെറിയ തോതിൽ ചെയ്യുന്നത്. അതിനാൽ സത്യം എന്തെന്ന് ബോധ്യപ്പെടുത്താനും അണികളുടെ, സാധാരണ മനുഷ്യരുടെ വിശ്വാസം, സത്യവിശ്വാസം അത് നിലനിർത്താനും അവർക്ക് വേണ്ടി വാദിക്കാനും കർത്താവിനെ ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് നല്ല ബോധ്യം എനിക്കുണ്ട്.
തീർച്ചയായിട്ടും സഭാ നേതൃത്വത്തിന് അത് ഇഷ്ടമാവില്ല. ഈശോയ്ക്ക് ഇഷ്ടമാകും. ഞാൻ ആരെ പ്രീതിപ്പെടുത്തണ്ടേ? ദൈവത്തെ പ്രീതിപ്പെടുത്തണോ അതോ മാനുഷിക നേതൃത്വത്തെ പ്രീതിപ്പെടുത്തണോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.